തനിക്ക് ലഭിച്ച പത്മഭൂഷൺ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കാകെ ലഭിച്ച അംഗീകാരമാണെന്ന് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. ഹൃദയരോഗ ചികിത്സാ രംഗത്ത് രാജ്യം ഏറെ മുന്നേറിയിട്ടുണ്ട്. അവയവദാനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം കൊച്ചിയിൽ ജനം ടിവിയോട് പറഞ്ഞു. പത്മഭൂഷൺ പുരസ്കാര നിറവിലാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. അദ്ദേഹത്തിൻ്റെ ഹൃദയ ശസ്ത്രക്രിയാ രംഗത്ത് ഏറ്റവും അധികം അനുഭവ സമ്പത്തുള്ള ഡോക്ടർ അദ്ദേഹത്തെ തേടി വീണ്ടും ഏറ്റവും ഉന്നതമായ ഒരു ബഹുമതി കൂടി തേടിയെത്തിയിരിക്കുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഒരു വലിയൊരു പുരസ്കാര നിറവിലാണ് അങ്ങിരിക്കുന്നത്. രാജ്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഘട്ടത്തിൽ, അതായത് വീണ്ടും ഇപ്പോൾ പത്മ പുരസ്കാരം അങ്ങേ തേടിയെത്തിയിരിക്കുന്നു. എങ്ങനെ ഒരു നിമിഷത്തെ കാണുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായൊരു വാർത്തയാണത്. പ്രത്യേകിച്ചും ഞാൻ 2011 പത്മശ്രീ ലഭിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ലോകരാജ്യങ്ങളുടെ നടുവിൽ നമ്മൾക്കുള്ള സ്ഥാനം വളരെ വ്യത്യസ്തമാണ്. സാമ്പത്തിക ശക്തിയിൽ നമ്മൾ 5ാമതെത്തിയിരിക്കുന്നു. GDP വളരെ ഹൈ ആണ്. അത് നമ്മളുടെ ഫ്യൂച്ചർ ഓഫ് GDP പറ്റിയും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രവചനങ്ങൾ നടക്കുന്നു. അങ്ങനെ വളരെ ശക്തമായ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മഭൂഷൺ ലഭിക്കുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ടും വളരെ വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ അതിൽ ഞാൻ വളരെ വിനയപൂർവ്വം ഞാനത് സ്വീകരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെയും ഞങ്ങളുടെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ അവാർഡിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം അങ്ങയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഇനി എന്തുമാത്രം പുരോഗതി അല്ലെങ്കിൽ മുന്നേറ്റമാണ് നമ്മൾ ഇനിയുള്ള കാലത്ത് ഈ ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് രാജ്യം പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ 1995 വിദേശത്തുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. ഏകദേശം 30 വർഷം തികയാണ്. അപ്പോൾ ഞാൻ കേരളത്തിലെത്തുമ്പോഴത്തേക്കും കേരളത്തിലെ ബൈപ്പാസ് ശസ്ത്രക്രിയ തുലോം വിരളമായിരുന്നു. അന്ന് 1-2 സെൻറ്ററുകൾ മാത്രമേ ഈ ഹാർട്ട് സർജറി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തെ പല രോഗികളും അന്യ സംസ്ഥാനങ്ങളിൽ പോയി ചികിത്സ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കേരളത്തിൽ ഏകദേശം 75ഓളം ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ആശുപത്രികളും 175ഓളം ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്ന കാത്ത് ലാബുകളും സംസ്ഥാനത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏത് മുക്കിനും മൂലയിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു ഹൃദ്രോഗിക്ക് അരമണിക്കൂറിനുള്ളിൽ ഒരു ബ്ലോക്ക് കണ്ടുപിടിക്കാനും ജീവൻ രക്ഷിക്കുന്ന ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കേരളത്തിൽ വന്നിട്ടുണ്ട്. 2003 കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അന്ന് കേരളം ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനമായിട്ടാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. 2013 മുതൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചികിത്സകൾ കേരളത്തിൽ അരങ്ങേറി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതും കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ വളരെയധികം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ സംസ്ഥാനം കൈവരിച്ച നേട്ടം വളരെ അസൂയാവർഹമാണ്. മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം നമ്മൾക്കിപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് ആരോഗ്യ സേവനം നൽകാനുള്ള സംവിധാനങ്ങളും കേരളത്തിൽ ഒത്തിരി കോർപ്പറേറ്റ് ആശുപത്രികൾ വന്നിരുന്നാലും പല മിഷൻ ഹോസ്പിറ്റലുകളുടെ ശക്തമായ സാന്നിധ്യം കൊണ്ട് തന്നെ രോഗികൾക്ക് വരുന്ന ചെലവ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കേരളത്തിലെ അവയവദാനം ഒരു മുരടിച്ച അവസ്ഥയിലാണ്. 2016 ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അവയവദാനം നടന്നിരുന്നൊരു സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ വർഷം ഒരു മസ്തിഷ്ക മരണത്തിൻ്റെ അവയവദാനം പോലും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതിന് കാരണം പലതായിരിക്കാം. ഒരു സോഷ്യൽ മീഡിയയിലൂടെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങൾ, ആശുപത്രികളെയും ഡോക്ടർമാരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ, അറിവില്ലാത്ത പലരുടെയും ആധികാരികമെന്ന് അവർ അവകാശപ്പെടുന്ന പ്രസ്താവനകൾ, ഇതെല്ലാം നമ്മളുടെ സംസ്ഥാനത്തിലെ അവയവദാനത്തെ തീർത്തും പൂജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷമായി. ഏകദേശം 9 രോഗികളെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. വെറും 10 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൽ കുറവ് മാത്രം ചെലവ് വരുന്ന ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിൽ നടക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പൈസ മുടക്കിയാണ് അവരവിടെ ചെല്ലുന്നതും. അതിനുശേഷമുള്ള റിസൾട്ടും അതിനുശേഷമുള്ള ഫോളോ അപ്പും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അവയവദാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് നമ്മൾ ഇനി ലക്ഷ്യമിടേണ്ടത്. കാരണം
ഹൃദയപരാജയം അല്ലെങ്കിൽ ലിവർ പരാജയം, ഫെയിലിയർ, അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ എസ്പെഷ്യലി കോവിഡിന് ശേഷം വളരെ ശക്തമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതികൾ നമ്മളുടെ ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കുറഞ്ഞ ചിലവിൽ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവയവദാനം, മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനമാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെയും ഹെൽത്ത് അതോറിറ്റീസിൻ്റെയും എല്ലാം ശക്തമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. ഹൃദയരോഗ ചികിത്സാ രംഗത്ത് രാജ്യം ഏറെ മുന്നേറുമ്പോൾ പോലും അവയവദാനം അടക്കമുള്ള കാര്യങ്ങളിൽ അതിനെതിരായി നടക്കുന്ന ചില തെറ്റായ പ്രചരണങ്ങൾ അത് കൃത്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവയവദാനത്തിന് കൂടുതൽ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും രോഗബാധിതരായ ആളുകൾക്ക് വലിയ ഒരു ആശ്വാസം പകരുന്നതിനും എല്ലാമുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടിയാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നത് തന്നെയാണ് ജോസ് ചാക്കോ പെരിയപുരം അദ്ദേഹം കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഈ രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഈ പരമോന്നത ബഹുമതി. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.